111ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് ഈസ് ദി സമ്മറി ഓഫ് ഓൾ ഫിനാൻഷ്യൽ ബഡ്ജറ്റ്സ് ഇൻ എ ക്യാപ്സ്യൂൾ ഫോം. ഫസ്റ്റ് ഓപ്ഷൻ ക്യാഷ് ബഡ്ജറ്റ്, സെക്കൻഡ് മാസ്റ്റർ ബഡ്ജറ്റ്, തേർഡ് പ്രിൻസിപ്പൽ ബഡ്ജറ്റ്, ഫോർത്ത് ഫ്ലെക്സിബിൾ ബഡ്ജറ്റ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഓൾ ഫിനാൻഷ്യൽ ബഡ്ജറ്റ് ഇൻ എ ക്യാപ്സ്യൂൾ ഫോം താഴെ കൊടുത്തിട്ടുള്ളത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. സമ്മറി ഓഫ് ഓൾ ഫിനാൻഷ്യൽ ബഡ്ജറ്റിൻ്റെ ക്യാപ്സ്യൂൾ ഫോം. 111ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ്. ആൻസർ മാസ്റ്റർ ബഡ്ജറ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 112ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ കോസ്റ്റിംഗ് മെത്തേഡ് ഇൻ വിച്ച് fixed factory overhead are added to inventory is. First option direct costing, second option indirect costing, third option absorption costing, fourth option marginal costing. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? The costing method in which fixed factory overhead are add ചെയ്യുകയാണ് ടു ഇൻവെൻട്രിയുടെ കൂടെ is. 112ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ്. ആൻസർ അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് ആണ്. The costing method in which fixed factory overhead are added to inventory is. ആൻസർ സി ആണ്, അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 113ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വെൻ ആക്ച്വൽ ലോസ് ഈസ് മോർ ദാൻ ദി എസ്റ്റിമേറ്റഡ് ലോസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദി ടു ഈസ് കൺസിഡേർഡ് ടു. ഫസ്റ്റ് ഓപ്ഷൻ നോർമൽ ലോസ്, സെക്കൻഡ് ഓപ്ഷൻ അബ്നോർമൽ ലോസ്, തേർഡ് ഓപ്ഷൻ അബ്നോർമൽ ഗെയിൻ, ഫോർത്ത് ഓപ്ഷൻ നോർമൽ ഗെയിൻ. അപ്പോൾ ലോസ് അല്ലേ, അപ്പോൾ എന്താണ് അബ്നോർമൽ ഗെയിനും നോർമൽ ഗെയിനും വെട്ടിക്കളയാം. എന്താണ് പറഞ്ഞിട്ടുള്ള ആക്ച്വൽ ആയിട്ടുള്ള ലോസ് മോർ ദാൻ കൂടുതലാണ് എസ്റ്റിമേറ്റഡിനേക്കാളും. അപ്പോൾ നോർമൽ അല്ലല്ലോ, അബ്നോർമൽ ആണ്. അപ്പോൾ ഏതാണ് ലോസ്? അതിൻ്റെ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു ഈസ് കൺസിഡേർഡ് ടു. 113ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ്, അബ്നോർമൽ ലോസ്. നെക്സ്റ്റ് 114ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അണ്ടർ കാസ്റ്റിംഗ് ഓഫ് സെയിൽസ് ബുക്ക് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. ആക്ച്വലിനേക്കാളും കുറച്ച് കാണിക്കുന്നു. ഫസ്റ്റ് എറർ ഓഫ് ഒമിഷൻ, സെക്കൻഡ് എറർ ഓഫ് കമ്മീഷൻ, തേർഡ് കോമ്പൻസേറ്റിംഗ് എറർ, ഫോർത്ത് എറർ ഓഫ് പ്രിൻസിപ്പിൾ. 114ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ അണ്ടർ കാസ്റ്റിംഗ് ഓഫ് സെയിൽസ് ബുക്ക് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ബി ആണ് ആൻസർ, എറേഴ്സ് ഓഫ് കമ്മീഷൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 115ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ എമൗണ്ട് ഇൻവോൾവ്ഡ് ഇൻ ദി ബിൽസ് ഡിസ്കൗണ്ടഡ് ബിഫോർ ഡ്യൂ ഡേറ്റ്സ് ആർ ടു ബി ട്രീറ്റഡ് ആസ് ഡാഷ് ലയബിലിറ്റി. ഫസ്റ്റ് ഓപ്ഷൻ കറണ്ട്, സെക്കൻഡ് ഫിക്സഡ്, തേർഡ് ലോങ് ടൈം, ഫോർത്ത് കണ്ടിജന്റ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ബിൽസ് ഡിസ്കൗണ്ട് ചെയ്യുകയാണ് ബിഫോർ ഡ്യൂ ഡേറ്റിന് മുമ്പ്. ആ എമൗണ്ട് ഇൻവോൾവ്ഡ് ആർ ടു ബി ട്രീറ്റഡ് ആസ് ഏത് ലയബിലിറ്റി ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. കാരണം എന്താണ്, ബില്ല് ഡ്യൂ ഡേറ്റിന് മുമ്പ് എന്താണ് ആക്ച്വൽ ആയിട്ടുള്ള പേയ്മെൻറ്റ് കിട്ടില്ല, അതിന് മുമ്പ് ഡിസ്കൗണ്ട് ചെയ്യുവാണ് ഈ പറഞ്ഞ ബാങ്കിലൊക്കെ കൊടുത്തിട്ട്. അപ്പോൾ ആ ഡിസ്കൗണ്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട എമൗണ്ട് കിട്ടുമെന്ന് അറിയാൻ പാടില്ല. കാരണം ഡ്യൂ ഡേറ്റിലാണ് കിട്ടുമെന്നുള്ള അറിയാൻ വേണ്ടി പറ്റുള്ളൂ. ചിലപ്പോൾ കിട്ടാം, ചിലപ്പോൾ കിട്ടാതിരിക്കാം. അപ്പം ഡിപ്പെൻഡിങ് ഹാപ്പനിങ് ഇൻ ദി ഫ്യൂച്ചർ, ദാറ്റ് മീൻസ് കണ്ടിജൻ്റ് ആണ്. അപ്പോൾ 115ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ്. ആൻസർ കണ്ടിജൻ്റ് ലയബിലിറ്റി ആണ്. 116ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. റോയൽറ്റീസ് ബേസ്ഡ് ഓൺ പ്രൊഡക്ഷൻ മേ ബി ഷോൺ. ഫസ്റ്റ് ഓപ്ഷൻ ഡെബിറ്റ് സൈഡ് ഓഫ് ട്രേഡിംഗ് അക്കൗണ്ട്, സെക്കൻഡ് ക്രെഡിറ്റ് സൈഡ് ഓഫ് ട്രേഡിംഗ് അക്കൗണ്ട്, തേർഡ് അസറ്റ് സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്, ഫോർത്ത് ലയബിലിറ്റി സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്. പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന റോയൽറ്റീസ് ബേസ്ഡ് ഓൺ അതിൻ്റെ ഒരു എക്സ്പെൻസസ് ഒക്കെ ആയിട്ട് വരുന്നതാണ്. മേ ബി ഷോൺ എവിടെ കാണിക്കും? റോയൽറ്റീസ് ബേസ്ഡ് ഓൺ പ്രൊഡക്ഷൻസ് ഈസ് എ ഡെബിറ്റ് സൈഡ് ഓഫ് പി ആൻഡ് അക്കൗണ്ട് അല്ല, ട്രേഡിംഗ് അക്കൗണ്ടാണ്. അപ്പോൾ 116ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ആണ്. ആൻസർ ഡെബിറ്റ് സൈഡ് ഓഫ് ട്രേഡിംഗ് അക്കൗണ്ട്. ഡെബിറ്റ് സൈഡ് ഓഫ് ഫസ്റ്റ് പറഞ്ഞില്ലേ, പി ആൻഡ് അക്കൗണ്ട് വരാം. ഇത് റോയൽറ്റി ബേസ്ഡ് ഓൺ പ്രൊഡക്ഷൻ അല്ലേ, അപ്പോൾ റോയൽറ്റി ബേസ്ഡ് ഓൺ മാർക്കറ്റിംഗ് ഒക്കെ ആണെങ്കിൽ എവിടെ വന്നേനെ? ഡെബിറ്റ് സൈഡ് ഓഫ് എവിടെ വന്നേനെ? പി ആൻഡ് അക്കൗണ്ട് വന്നേനെ. ഇത് റോയൽറ്റീസ് ബേസ്ഡ് ഓൺ പ്രൊഡക്ഷൻ ആയതുകൊണ്ട് എ ആണ് ആൻസർ, ഡെബിറ്റ് സൈഡ് ഓഫ് ട്രേഡിംഗ് അക്കൗണ്ട്. അപ്പോൾ 116ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 117ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് റെക്കോർഡ്സ് ട്രാൻസാക്ഷൻ ഓഫ് ഡാഷ് നേച്ചർ. ഫസ്റ്റ് റവന്യൂ, സെക്കൻഡ് ക്യാപിറ്റൽ, തേർഡ് ബോത്ത് ക്യാപിറ്റൽ ആൻഡ് റവന്യൂ, ഫോർത്ത് ഇൻകം റവന്യൂ നേച്ചർ ആൻഡ് എക്സ്പെൻസ് ക്യാപിറ്റൽ നേച്ചർ. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, ദാറ്റ് മീൻസ് ഏതാണ്? നോമിനൽ നേച്ചറിലുള്ള അക്കൗണ്ടാണ്, നോമിനൽ നേച്ചറിലുള്ള അക്കൗണ്ട്. അപ്പോൾ ഏതാണ് റെക്കോർഡ് ചെയ്യുന്നത്? റെക്കോർഡ് ട്രാൻസാക്ഷൻസ് ഓഫ് ഡാഷ് നേച്ചർ. എ ആണ് ആൻസർ, റവന്യൂ നേച്ചറാണ്. 117ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 118ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ബ്രേക്കപ്പ് വാല്യൂ ഈസ് ഓൾസോ കോൾഡ്. ഫസ്റ്റ് ഓപ്ഷൻ ബുക്ക് വാല്യൂ, സെക്കൻഡ് മാർക്കറ്റ് വാല്യൂ, തേർഡ് സ്ക്രാപ്പ് വാല്യൂ, ഫോർത്ത് ഓപ്ഷൻ റീസെയിൽ വാല്യൂ. ബ്രേക്കപ്പ് വാല്യൂ ഈസ് ഓൾസോ കോൾഡ്. ആൻസർ 118ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ്. ആൻസർ സ്ക്രാപ്പ് വാല്യൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 119ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കൺസോളിഡേറ്റഡ് സമ്മറി ഓഫ് ലെഡ്ജർ അക്കൗണ്ട് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ലെഡ്ജർ അക്കൗണ്ടിൻ്റെ ഒരു കൺസോളിഡേറ്റ് ആയിട്ടുള്ള സമ്മറി. ഫസ്റ്റ് ഓപ്ഷൻ റിസിപ്റ്റ് ആൻഡ് ഡിസ്പേഴ്സ്മെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്, സെക്കൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, തേർഡ് ട്രയൽ ബാലൻസ്, ഫോർത്ത് ബാലൻസ് ഷീറ്റ്. അപ്പോൾ കൺസോളിഡേറ്റഡ് സമ്മറി ഓഫ് ലെഡ്ജർ അക്കൗണ്ട് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ്. ആൻസർ ഏതാണ്? എ ആണ് ആൻസർ, റിസിപ്റ്റ് ആൻഡ് ഡിസ്പേഴ്സ്മെൻറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ 119ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.
120ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ കോപ്പറേറ്റീവ് അക്കൗണ്ടിംഗ് ട്രാവലിംഗ് അലവൻസ് പെയ്ഡ് ഇൻ അഡ്വാൻസ് ഈസ് ഫസ്റ്റ് ഓപ്ഷൻ അഡ്ജസ്റ്റിംഗ് ഹെഡ്സ് ഡ്യൂ ടു, സെക്കൻഡ് അഡ്ജസ്റ്റിംഗ് ഹെഡ്സ് ഡ്യൂ ബൈ, തേർഡ് സസ്പെൻസ് ലയബിലിറ്റി, ഫോർത്ത് എക്സ്പെൻസ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? കോപ്പറേറ്റീവ് അക്കൗണ്ടിങ്ങിൽ ട്രാവലിംഗ് അലവൻസ് പെയ്ഡ് ഇൻ അഡ്വാൻസ്, അഡ്വാൻസ് ആയിട്ട് കൊടുത്തു, പെയ്ഡ് ഇൻ അഡ്വാൻസ്. അപ്പോൾ സൊസൈറ്റിക്ക് തിരിച്ച് കിട്ടേണ്ട അഡ്വാൻസ് അല്ലേ, അപ്പോൾ ഒരു അസറ്റ് എന്നുള്ള രീതിയിലാണ് എടുക്കുള്ളൂ. അപ്പോൾ ആൻസർ ഏതാണ്? 120ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ എ ആണ്. ആൻസർ അഡ്ജസ്റ്റിംഗ് ഹെഡ്സ് ഡ്യൂ ടു ആണ്. ഡ്യൂ ടു സൊസൈറ്റിക്ക് വരാനുള്ള അസറ്റ് അല്ലേ, ആ രീതിയിൽ. അപ്പോൾ 120ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ എ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 121ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. റീജിയണൽ റൂറൽ ബാങ്ക്സ് ആർ ലൈസൻസ്ഡ് ഫോർ ബാങ്കിങ് ബിസിനസ് അണ്ടർ ഫസ്റ്റ് ഓപ്ഷൻ എ സ്പെഷ്യൽ സ്റ്റാറ്റ്യൂട്ട്, സെക്കൻഡ് കമ്പനീസ് ആക്ട്, തേർഡ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്, ഫോർത്ത് ബാങ്കിങ് റെഗുലേഷൻസ് ആക്ട്. ഇത് തന്നെ അപ്പം തന്നെ വെട്ടിക്കളയാം. 121ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ റീജിയണൽ റൂറൽ ബാങ്ക്സ് ആർ ലൈസൻസ്ഡ് ഫോർ ബാങ്കിങ് ബിസിനസ് അണ്ടർ. ആൻസർ ഡി ആണ്. ആൻസർ ബാങ്കിങ് റെഗുലേഷൻസ് ആക്ട് പ്രകാരമാണ്. അപ്പോൾ 121ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഡി ആണ്. 122ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. റിട്ടേൺസ് ആർ compiled by PACS, Primary Agriculture Credit Society, from first books of accounts, second registers, third bylaws, fourth both A and B. റിട്ടേൺസ് ആർ കംപ്ലൈഡ് ബൈ പാക്സ് ഫ്രം എപ്പോഴും എന്താണ്? ബുക്സ് ഓഫ് അക്കൗണ്ട്സ് അല്ലേ. അപ്പോൾ 122ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ആണ്. ആൻസർ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 123ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഡസ് ദി DCB ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഓഫ് പാക്സ് ഇൻഡിക്കേറ്റ്സ്? പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി ഇൻഡിക്കേറ്റ്സ് ഫസ്റ്റ് ഓപ്ഷൻ ടോട്ടൽ ലോൺ ഡിമാൻഡ് ഓഫ് പാക്സ്, സെക്കൻഡ് ടോട്ടൽ റിക്കവറി ഓഫ് പാക്സ്, തേർഡ് ടോട്ടൽ ഓവർ ഡ്യൂസ് ഓഫ് പാക്സ്, ഫോർത്ത് എ, ബി ആൻഡ് സി. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? DCB സ്റ്റേറ്റ്മെന്റ് ഓഫ് പാക്സ് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? 123ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ടോട്ടൽ ലോണോ അതെ, ടോട്ടൽ റിക്കവറി അതെ, ടോട്ടൽ ഓവർ ഡ്യൂ അതെ. അപ്പോൾ ആൻസർ ഡി ആണ്. ആൻസർ എ, ബി ആൻഡ് സി. അപ്പോൾ 123ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 124ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ റിലേഷൻ ടു പാക്സുമായിട്ട് ബന്ധപ്പെട്ട റിലേഷൻ പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി, വാട്ട് ഡസ് NCL സ്റ്റേറ്റ്മെന്റ് സ്റ്റാൻഡ്സ് ഫോർ? NCL സ്റ്റേറ്റ്മെന്റ് എന്താണ് സ്റ്റാൻഡ് ചെയ്യുന്നത്? ഫസ്റ്റ് നോർമൽ ക്രെഡിറ്റ് ലിമിറ്റ്, സെക്കൻഡ് നോഷണൽ ക്രെഡിറ്റ് ലിമിറ്റ്, തേർഡ് നെറ്റ് ക്രെഡിറ്റ് ലിമിറ്റ്, ഫോർത്ത് നോമിനൽ ക്രെഡിറ്റ് ലിമിറ്റ്. 124ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ എ ആണ്. ആൻസർ നോർമൽ ക്രെഡിറ്റ് ലിമിറ്റ് ആണ്. ഇൻ റിലേഷൻ ടു പാക്സ് വാട്ട് ഡസ് NCL നോർമൽ ക്രെഡിറ്റ് ലിമിറ്റ് സ്റ്റേറ്റ്മെന്റ് സ്റ്റാൻഡ്സ് ചെയ്യുന്നു, ആ രീതിയിലാണ് പറയുന്നത്. അപ്പോൾ 124ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ എ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 125ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വൈ RBI ഹാസ് സ്റ്റിപ്പുലേറ്റഡ് ദാറ്റ് ബാങ്ക്സ് ഷുഡ് ലെൻഡ് സം മിനിമം പ്രിസ്ക്രൈബ്ഡ് ലോൺസ് ടു പ്രയോറിറ്റി സെക്ടർ? ഫസ്റ്റ് ഓപ്ഷൻ പ്രയോറിറ്റി സെക്ടർ is a part of socio-economic development obligation of banks, so emphasis on it is required. Second, as the lending is of smaller amount, the risk is comparatively low. Third, since interest rate is less, banks are reluctant to advance to this sector. ഫോർത്ത്, ഇറ്റ് ഈസ് എ ഡയറക്ഷൻ ഫ്രം ദി ഗവൺമെൻറ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? എന്തുകൊണ്ടാണ് RBI ഹാസ് സ്റ്റിപ്പുലേറ്റഡ് ദാറ്റ് ബാങ്ക്സ് ഷുഡ് ലെൻഡ് എന്ത് ചെയ്യണം? സം മിനിമം പ്രിസ്ക്രൈബ്ഡ് ലോൺ ഏത് സെക്ടറിലേക്ക്? പ്രയോറിറ്റി സെക്ടറിലേക്ക്. അപ്പോൾ അങ്ങനെ പറയാനുള്ള കാരണം താഴെ കൊടുത്തിട്ടുള്ള ഓപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 125ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഫസ്റ്റ് ഓപ്ഷനാണ്, എ ആണ് ആൻസർ. പ്രയോറിറ്റി സെക്ടർ ഈസ് എ പാർട്ട് ഓഫ് സോഷ്യോ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഒബ്ലിഗേഷൻ്റെ പാർട്ടാണ് ഉണ്ട്. സോ എംബസൈസ് ഓൺ ഇറ്റ് ഈസ് റിക്വയർഡ്. അതുകൊണ്ട് ഒരു മിനിമം പ്രിസ്ക്രൈബ്ഡ് ലോൺസ് എന്താണ് പ്രയോറിറ്റി സെക്ടറിലേക്ക് കൊടുക്കണം. അപ്പോൾ 125ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 126ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നോമിനേഷൻ ഈസ് റിക്വയർഡ് ഇൻ ദി പ്രിൻസിപ്പൽ അക്കൗണ്ട് ഓഫ് ദി ഡിപ്പോസിറ്റർ സേവിംഗ് അക്കൗണ്ട് ആൻഡ് വൺ FDR ഈസ് ഇഷ്യൂഡ് അറ്റ് ദി റിക്വസ്റ്റ് ഓഫ് ദി ഡിപ്പോസിറ്റർ by debit to the saving account, whether fresh nomination to be obtained for FDR account as per guidelines, which of the following is correct? First option, separate nomination is not required since nomination is given while opening of account applies to all accounts of the customer. Second, fixed deposit is a separate account and will need separate nomination. Third, nomination not required since the FDR made by debit to the customer account where nomination is already there. Fourth, fresh nomination is required in case of FDR made through cash and not if made by debiting the account of the customer where nomination is already there. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? കൃത്യമായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കാം. നോമിനേഷൻ ഈസ് റിക്വയർഡ് ഇൻ ദി പ്രിൻസിപ്പൽ അക്കൗണ്ട് ഓഫ് ദി ഡിപ്പോസിറ്റർ സേവിംഗ് അക്കൗണ്ട്. അപ്പോൾ എന്താണ്? നോമിനേഷൻ ഈസ് റെക്കോർഡഡ് എന്ന് പറഞ്ഞാൽ എന്താ? രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രിൻസിപ്പൽ അക്കൗണ്ട് ഓഫ് ദി ഡിപ്പോസിറ്ററിൻ്റെ പ്രിൻസിപ്പൽ അക്കൗണ്ടിൽ നോമിനേഷൻ ഉണ്ട്. ആ പ്രിൻസിപ്പൽ അക്കൗണ്ട് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ സേവിങ് അക്കൗണ്ടാണ്.
ആൻഡ് 1 FDR ഈസ് ഇഷ്യൂഡ് അറ്റ് ദി റിക്വസ്റ്റ് ഓഫ് ദി ഡിപ്പോസിറ്റർ. അപ്പോൾ സേവിങ് അക്കൗണ്ടിൽ പൈസ ഉണ്ട്, ഇപ്പോൾ ഒരു 10 ലക്ഷം ഉണ്ട്, അന്ന് നമുക്ക് എന്താണ് ഒരു അസംഷൻ കൊടുക്കാം. അതുമായിട്ട് ബന്ധപ്പെട്ട് ആ സേവിങ് അക്കൗണ്ടായിട്ട് ബന്ധപ്പെട്ട് 1 FDR ഇഷ്യൂ ചെയ്യുകയാണ് അറ്റ് ദി റിക്വസ്റ്റ് ഓഫ് ദി ഡിപ്പോസിറ്റർ. എങ്ങനെ ഡിപ്പോസിറ്റർ റിക്വസ്റ്റ് ചെയ്യുകയാണ്, 10 ലക്ഷം കിടക്കണ്ടല്ലോ, അതിനകത്ത് 5 ലക്ഷം രൂപ എന്താണ് ഡെബിറ്റ് ചെയ്ത് അതൊരു FDR ആക്കി തരാൻ വേണ്ടി പറയുകയാണ്. അതാണ് പറയുന്നത്. അതിൻ്റെ ഒരു അനുമാനമാണ്. ആൻഡ് 1 FDR ഇസ് ഇഷ്യൂഡ് അറ്റ് ദി റിക്വസ്റ്റ് ഓഫ് ദി ഡിപ്പോസിറ്റർ ബൈ ഡെബിറ്റ് ടു ദി സേവിങ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്ത്. അപ്പോൾ 10 ലക്ഷത്തിൽ നിന്ന് എന്താണ് 10 ലക്ഷം എന്ന് പറയുന്ന സേവിങ് അക്കൗണ്ടാണ്. അതിനൊരു നോമിനേഷൻ ഉണ്ട്, ഒരു വ്യക്തിയുടെ പേരും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് ആരുടെ പേരിലേക്ക് മാറാൻ ആർക്ക് കൊടുക്കണം എന്നുള്ള രീതിയിൽ. അതിനുശേഷം അടുത്ത എന്താണ് ഈ 10 ലക്ഷം സേവിങ് അക്കൗണ്ടിൽ നിന്ന് ഒരു 5 ലക്ഷം രൂപ മാറ്റി ഡെബിറ്റ് ചെയ്തിട്ട് ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റിലേക്ക് ഇടുകയാണ്. ആ FDR ഇഷ്യൂ ചെയ്യുവാണ്. ഓക്കെ, ഡിപ്പോസിറ്റ് ബൈ ദി ഡെബിറ്റ് ഇൻ ടു സേവിങ് അക്കൗണ്ട് വെദർ ഫ്രഷ് നോമിനേഷൻ ടു ബി ഒബ്റ്റൈൻഡ് ഫോർ FDR അക്കൗണ്ട് ആസ് പെർ ഗൈഡ്ലൈൻസ്. എന്താണ് അവിടെ ഈ പറഞ്ഞിട്ടുള്ള നോമിനേഷനോട് ന്യൂ FDRുമായിട്ട് ബന്ധപ്പെട്ട് ഫ്രഷ് നോമിനേഷൻ വേണമോ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് താഴെ കൊടുത്തിട്ടുള്ളത് ഏതാണ് കറക്റ്റ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ക്ലിയർ? അപ്പോൾ പ്രിൻസിപ്പളായിട്ടുള്ള ആ ഒരു അക്കൗണ്ടിനും ഈ പറഞ്ഞിട്ടുള്ള ഒരു നോമിനേഷനുണ്ട്. അപ്പോൾ ആ പ്രിൻസിപ്പൽ അക്കൗണ്ടിൽ നിന്ന് കുറച്ച് പൈസ മാറ്റി ഒരു FDR എന്താണോ FD ഡിപ്പോസിറ്റ് ഇട്ടു. എൻ്റെ ആ ഒരു FDക്ക് എന്താണ് വേറെ നോമിനേഷൻ വേണമോ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. യെസ്, കൃത്യമായിട്ട് തന്നെ പറഞ്ഞാൽ 2 തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. 2 സെപ്പറേറ്റ് വേണം. അപ്പോൾ 126ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് B ആണ്. ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇസ് എ സെപ്പറേറ്റ് അക്കൗണ്ട് ആൻഡ് വിൽ നീഡ് സെപ്പറേറ്റ് നോമിനേഷൻ. അപ്പോൾ സേവിങ് അക്കൗണ്ടിന് ഒരു നോമിനേഷൻ ഉണ്ടെങ്കിൽ പോലും FDRന് എന്താണ് ഫ്രഷ് ആയിട്ടുള്ള നോമിനേഷൻ തന്നെ വേണം എന്നാണ് പറയുന്നത്. സെയിം വ്യക്തികളെ തന്നെ ആക്കിയാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ആ നോമിനേഷൻ പേപ്പർ തന്നെ ഫില്ല് ചെയ്യണം. അപ്പോൾ 126ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ B ആണ്. ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇസ് എ സെപ്പറേറ്റ് അക്കൗണ്ട് ആൻഡ് വിൽ നീഡ് എ സെപ്പറേറ്റ് നോമിനേഷൻ. ഓക്കെ, 127ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ മൈനർ അഡ്മിറ്റഡ് ഫോർ ബെനിഫിറ്റ് ഇൻ എ പാർട്ണർഷിപ്പ് ഫേം ഓൺ ഹിസ് അറ്റൈനിങ് മജോറിറ്റി ഓർ വെൻ ഇറ്റ് കംസ് ടു ഹിസ് നോളജ് വിച്ച് എവർ ഈസ് ലേറ്റർ ഷാൽ ഗിവ് എ പബ്ലിക് നോട്ടീസ് വിത്തിൻ ഡാഷ് മന്ത്സ് വെദർ ഹി വാണ്ട്സ് ടു ബി പാർട്ണർ ഇൻ ദി ഫേം. ഫസ്റ്റ് ഓപ്ഷൻ 3 months, സെക്കൻഡ് 1 month, തേർഡ് 1 year, ഫോർത്ത് 6 months. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഒരു മൈനറിനെ പാർട്ണർഷിപ്പ് ഫേമിൽ അഡ്മിറ്റ് ചെയ്തു. എന്തിനു വേണ്ടിയാണ് മൈനറിനെ പാർട്ണർഷിപ്പ് ഫേമിൽ അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ? ആ പാർട്ണർഷിപ്പ് സ്ഥാപനത്തിന് പാർട്ണറായിട്ടുള്ള അതിന് ബെനിഫിറ്റ് എന്താണ് കിട്ടുന്നതിന് വേണ്ടി മാത്രം. അങ്ങനെ ഇരിക്കുക ആ പാർട്ണർ എന്താണ് ഈ പറഞ്ഞിട്ടുള്ള മജോറിറ്റി ആയി, അല്ലെങ്കിൽ ഓർ വെൻ ഇറ്റ് കംസ് ടു ഹിസ് നോളജ് വിച്ച് എവർ ഇസ് ലേറ്റർ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്താണ് അതുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായിട്ട് അറിവുണ്ടായി. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഷാൽ ഗിവ് എ പബ്ലിക് നോട്ടീസ് കൊടുക്കണം വിതിൻ ഡാഷ് മന്ത്സ് വെദർ ഹി വാണ്ട്സ് ടു ബി പാർട്ണർ ഇൻ ദി ഫേം. അദ്ദേഹം ഈ പറഞ്ഞ സ്ഥാപനത്തിൻ്റെ പാർട്ണറിലേക്ക് അഡ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടി താല്പര്യമുണ്ടോ എന്നുള്ള രീതിയിൽ അത് എത്ര നാളിനുള്ളിൽ, അത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ നമുക്കറിയാം, അദ്ദേഹം മേജറായിട്ടുള്ള അന്ന് മുതൽ എത്ര നാളിനുള്ളിൽ കൊടുക്കണം എന്നാണ് ആ പബ്ലിക് നോട്ടീസ് കൊടുക്കണം. അതാണ് കുറച്ചും കൂടി സൂട്ടബിൾ. അപ്പോൾ 127ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ D ആണ്. ആൻസർ 6 months. A minor admitted for benefit in a partnership firm or his attaining majority or when it comes to his knowledge whichever is later shall give a public notice within 6 months whether he wants to be partner in the firm. 127ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ D ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 128ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആസ് പെർ RBI ഗൈഡ്ലൈൻസ് ഫോർ ഓപ്പണിംഗ് സേവിങ്സ് അക്കൗണ്ട് ഓഫ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് ബാങ്ക് ഷുഡ് ഇൻസിസ്റ്റ് KYC ഓഫ് നോ യുവർ കസ്റ്റമർ ഓഫ്. ഫസ്റ്റ് ഓപ്ഷൻ KYC വെരിഫിക്കേഷൻ ഓഫ് ഓൾ മെമ്പേഴ്സ്, സെക്കൻഡ് KYC വെരിഫിക്കേഷൻ ഓഫ് ദി ഓഫീസ് ബേസ് ഓൺലി ഷാൾ റിക്വയർഡ്, തേർഡ് KYC വെരിഫിക്കേഷൻ ഓഫ് പ്രസിഡന്റ് ഓൺലി, ഫോർത്ത് നൺ ഓഫ് ദി എബോവ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ആസ് പെർ RBI ഗൈഡ്ലൈൻസ് അനുസരിച്ച് ഫോർ ഓപ്പണിംഗ് സേവിംഗ് അക്കൗണ്ട് ഓഫ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിൻ്റെ സേവിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ബാങ്ക് ഷുഡ് ഇൻസിസ്റ്റ് ഓഫ് KYC ഓഫ് നോ യുവർ കസ്റ്റമർ ആരുടെയൊക്കെ വേണമെന്നാണ് പറയുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 128ാമത്തെ ക്വസ്റ്റ്യനോട് ബന്ധപ്പെട്ട ആൻസർ B ആണ്. ആൻസർ KYC നോ യുവർ കസ്റ്റമർ വെരിഫിക്കേഷൻ ഓഫ് ദി ഓഫീസ് ബേസ് ഓഫ് ഓൺലി ഷാൾ റിക്വയർഡ്. എല്ലാവരുടെയും വേണ്ട, ഓഫീസ് ബേസിന് മാത്രം മതി. അപ്പോൾ 128ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ B ആണ്. ഏതുമായിട്ട് ബന്ധപ്പെട്ട്? SHGS സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ 128ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ B ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 129ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. യുവർ ബ്രാഞ്ച് റിസീവ്സ് എ ഗാർണിഷി ഓർഡർ. ഇറ്റ് അറ്റാച്ച് ഓൾ സംസ് ഓവിംഗ് ഓർ അക്വയറിംഗ് ഡ്യൂ ടു മിസ്റ്റർ അശോക് ആൻഡ് മിസ്റ്റർ ആനന്ദ്. ദർ ഇസ് നോ അക്കൗണ്ട് അറ്റ് ദി ബ്രാഞ്ച് ഇൻ ദി ജോയിന്റ് നെയിംസ് ഓഫ് മിസ്റ്റർ അശോക് ആൻഡ് ആനന്ദ് ബട്ട് ദേ മെയിൻറ്റെയിൻ their individual accounts. Under these circumstances, first option, the court should be advised that there is no account in the joint names of Ashoka and Mr. Anand, hence the Garnishee order cannot be given effect to. Second, the Garnishee order will attach the individual accounts of Mr. Ashoka and Mr. Anand as they are jointly and severally liable for the joint debt. Third, the matter should be referred to the court for a clarification. Fourth, since the order is not applicable, the bank need not take any action thereon.
എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? നമ്മളൊരു ബാങ്കിലെ എന്താണ് ഒരു മാനേജറാണ്. അപ്പോൾ നമ്മുടെ ബാങ്കിൻ്റെ ബ്രാഞ്ചിൽ നമ്മളൊരു ഗാർണിഷി ഓർഡർ റിസീവ് ചെയ്യുന്നു. അപ്പോൾ ഗാർണിഷി ഓർഡർ എന്തുമായിട്ട് ബന്ധപ്പെട്ടാന്ന് നോക്കി, ആ ഒരു പർട്ടിക്കുലർ വ്യക്തിയായിട്ട് ബന്ധപ്പെട്ടായിരിക്കും. ആ പർട്ടിക്കുലർ വ്യക്തിയായിട്ട് ബന്ധപ്പെട്ട് ബാങ്കിൽ അദ്ദേഹം മെയിൻറ്റെയിൻ ചെയ്യുന്ന ആ ബാങ്ക് അക്കൗണ്ട് താൽക്കാലികമായിട്ട് പേയ്മെൻ്റ് ഒന്നും കൊടുക്കാതെ ഫ്രീസ് ചെയ്യുക, അല്ലെങ്കിൽ കോർട്ടിൻ്റെ ഉത്തരവ് പ്രകാരം കൊടുത്താൽ മതി. അതാണ് ഈ പറഞ്ഞ ഗാർണിഷി ഓർഡർ. അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ്. നോക്കി, ഇറ്റ് അറ്റാച്ച് all sums owing or accruing due to Mr. Ashoka and Mr. ആനന്ദുമായിട്ട് ബന്ധപ്പെട്ടാണ് ഗാർണിഷ് ഓർഡർ വന്നിട്ടുള്ളത്. അപ്പോൾ അവരുടെ അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ദർ ഇസ് നോ അക്കൗണ്ട് അറ്റ് ദി ബ്രാഞ്ച് ഇൻ ദി ജോയിൻറ്റ് നെയിംസ്. അപ്പോൾ അവർ രണ്ടുപേരുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു കേസിൽ അങ്ങനെയാണ് ഈ പറഞ്ഞ ഗാർണിഷ് ഓർഡർ വന്നിട്ടുള്ളത്. പക്ഷേ എന്താണ്, അവർക്ക് നമ്മുടെ ബാങ്കിലെ ബ്രാഞ്ചിൽ എന്താണ് ജോയിൻ്റ് അക്കൗണ്ട് ഇല്ല. ബട്ട് ദേ മെയിൻറ്റെയിൻ ദെയർ ഇൻഡിവിജ്വൽ അക്കൗണ്ട് ഉണ്ട്. ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ ഗാർണിഷ് ഓർഡറായിട്ട് ബന്ധപ്പെട്ട് അതാണ് കൃത്യമായിട്ട് ചോദിച്ചിട്ടുള്ളത്. അവർക്ക് എന്താണ് ജോയിൻ്റ് ആയിട്ട് ബന്ധപ്പെട്ടാണല്ലോ വന്നിട്ടുള്ള ഗാർണിഷ് ഓർഡർ. പക്ഷേ എന്താണ്, അവർക്ക് ജോയിൻ്റ് അക്കൗണ്ടില്ല, ഇൻഡിവിജ്വൽ അക്കൗണ്ട് ഉണ്ട്. എന്ത് ചെയ്യും? 129ാമത്തെ ക്വസ്റ്റിനുമായിട്ട് ബന്ധപ്പെട്ട ആൻസർ ബി ആണ് ആൻസർ. ദ ഗാർണിഷ് ഓർഡർ വിൽ അറ്റാച്ച് ചെയ്യണം അവരുടെ ഇൻഡിവിജ്വൽ അക്കൗണ്ട് സെപ്പറേറ്റ് ആയിട്ടോ ഓഫ് മിസ്റ്റർ അശോക ആൻഡ് മിസ്റ്റർ ആനന്ദ്, ആസ് ദേ ആർ ജോയിൻ്റ്ലി ആൻഡ് സെവർലി ലയബിൾ ഫോർ ദി ജോയിൻ്റ് ഡെപ്റ്റ്. ആ ജോയിൻ്റ് ഡെപ്റ്റിന് അവർ ജോയിൻ്റ്ലിയും അത് അല്ലാതെ വ്യക്തിപരമായിട്ടും ലയബിളാണ്. അതുകൊണ്ട് അവരുടെ ഇൻഡിവിജ്വൽ ജോയിൻ്റ് അക്കൗണ്ട് ഇല്ലെങ്കിൽ പോലും ഇൻഡിവിജ്വൽ അക്കൗണ്ടിൽ അറ്റാച്ച് ചെയ്താൽ മതി. അപ്പോൾ സ്യൂട്ടബിൾ ആൻസർ 129ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ്. ജസ്റ്റ് ക്വസ്റ്റ്യന് ശകലം എന്താണ് വലുപ്പം ഉണ്ടെങ്കിലും കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കി ഈസി ആയിട്ട് എഴുതാൻ വേണ്ടി തന്നെ പറ്റും. അപ്പോൾ 129ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 130ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് വൺ എമംഗ് ദി ഫോളോവിംഗ് പ്രൊമോട്ടഡ് ദ കൺസെപ്റ്റ് ഓഫ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് SHGs ഫോർ ഫിനാൻസിംഗ് ദി പുവർ? ഫസ്റ്റ് ഓപ്ഷൻ RBI, സെക്കൻഡ് നബാർഡ്, തേർഡ് യൂണിയൻ മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ്, ഫോർത്ത് യൂണിയൻ മിനിസ്ട്രി ഓഫ് ലേബർ. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? വിച്ച് വൺ എമംഗ് ദി ഫോളോവിംഗ് താഴെ കൊടുത്തിട്ടുള്ള ഏതാണ് പ്രൊമോട്ട് ചെയ്യുന്നത്? ദ കൺസെപ്റ്റ് ഓഫ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ഫോർ ഫിനാൻസിംഗ് ദി പുവർ. അപ്പോൾ 130ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ബി ആണ് ആൻസർ, നബാർഡാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 131ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ബാങ്കിങ് മീൻസ് അക്സെപ്റ്റൻസ് ഓഫ് ഡാഷ് ഫോർ ദി പർപ്പസ് ഓഫ് ലെൻഡിങ് ആൻഡ് ഡാഷ് അണ്ടർ സെക്ഷൻ ഡാഷ് ഓഫ് ബാങ്ക് റെഗുലേഷൻസ് ആക്ട്. ഫസ്റ്റ് ഓപ്ഷൻ ഡിപ്പോസിറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് 6C 1, ബി ഡിപ്പോസിറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് 5B, സി ഡിപ്പോസിറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് 5C, ഡി ഡിപ്പോസിറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് 5D. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ബാങ്കിങ് മീൻസ് അക്സെപ്റ്റൻസ് ഓഫ്. ആൻസർ 131ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ബി ആണ് ആൻസർ, അക്സെപ്റ്റൻസ് ഓഫ് ഡിപ്പോസിറ്റ് ഫോർ ദി പർപ്പസ് ഓഫ് ലെൻഡിങ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അണ്ടർ സെക്ഷൻ 5B ഓഫ് ബാങ്ക് റെഗുലേഷൻസ് ആക്ട് ആണ്. അപ്പോൾ 131ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 132ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ബാങ്കിങ് റെഫറൻസ് ക്രെഡിറ്റ് റിസ്ക് റെഫേഴ്സ് ടു ഫസ്റ്റ് ഓപ്ഷൻ ഡിഫോൾട്ട് ഓഫ് എ ബാങ്കർ ഇൻ സാങ്ഷനിങ് ക്രെഡിറ്റ് ലിമിറ്റ്സ് ടു ദി ബോറോവർ, സെക്കൻഡ് ഡിഫോൾട്ട് ഓഫ് എ ബാങ്കർ ഇൻ കീപ്പിംഗ് സഫിഷ്യൻറ്റ് കോസ്റ്റ് അറ്റ് ബ്രാഞ്ച് ലെവൽ, തേർഡ് ഡിഫോൾട്ട് ബൈ എ ബോറോവർ ഇൻ റീപേയ്മെൻറ്റ് ഓഫ് ബാങ്ക്സ് ഡ്യൂസ്, ഫോർത്ത് ഡിഫോൾട്ട് ഓഫ് എ ബോറോവർ ടു പ്രൊവൈഡ് സഫിഷ്യൻറ്റ് സെക്യൂരിറ്റി. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഇൻ ബാങ്കിങ് റെഫറൻസിൽ ക്രെഡിറ്റ് റിസ്ക് റെഫർ ചെയ്യുന്നത് 132ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ സി ആണ്, ഡിഫോൾട്ട് ബൈ ബോറോവർ എന്തുമായിട്ട് ബന്ധപ്പെട്ട്? ഇൻ റീപേയ്മെൻറ്റ് ഓഫ് ബാങ്ക്സ് ഡ്യൂസുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ 132ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 133ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ കസ്റ്റമർ ഹാസ് ബാലൻസ് ഇൻ ഹിസ് സേവിംഗ് ബാങ്ക് അക്കൗണ്ട്. ഇൻ വിച്ച് ഓഫ് ദി ഫോളോവിംഗ് കേസസ് ദ ബാങ്ക്സ് റൈറ്റ് ഓഫ് സെറ്റ് ഓഫ് ക്യാൻ ബി യൂസ്ഡ് ഫോർ റിക്കവറി ഓഫ് ലോൺ? First option, a bank guarantee issued by the bank. Second, a term loan has been sanctioned and the installment is still to fall due. Third, a cash credit limit is sanctioned to the party and it is running regular. Fourth, customer is a guarantor in a loan account of another person and that person has defaulted in repayment of the loan. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? കസ്റ്റമർ ഹാസ് എ ബാലൻസ് ഇൻ സേവിംഗ് ബാങ്ക് അക്കൗണ്ട്. ഒരു കസ്റ്റമറിന് സേവിംഗ് ബാങ്ക് അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ട്. ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് കേസസ് താഴെ കൊടുത്തിട്ടുള്ള ഓപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഏത് കേസിലാണ് ദ ബാങ്ക് റൈറ്റ് ഓഫ് സെറ്റ് ഓഫ് ക്യാൻ ബി യൂസ് ചെയ്യുന്നത്? റൈറ്റ് ഓഫ് സെറ്റ് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത ശേഷം അത് കുടിശ്ശിയായി കഴിഞ്ഞാൽ അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഗ്യാരണ്ടി നിൽക്കുന്ന വ്യക്തിക്കോ ഒരു ബാങ്ക് അക്കൗണ്ട് അനദർ ബാങ്ക് അക്കൗണ്ട് സേവിംഗ് അക്കൗണ്ടിലൊക്കെ ഈ പറഞ്ഞിട്ടുള്ള ബാലൻസ് ഉണ്ടെങ്കിൽ ആ ബാലൻസ് എമൗണ്ട് എടുത്ത് സെറ്റ് ഓഫ് ചെയ്യും. അതാണ് റൈറ്റ് ടു സെറ്റ് ഓഫ് ആയിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്. അപ്പോൾ 133ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ് ആൻസർ. കസ്റ്റമർ ഈസ് എ ഗ്യാരണ്ടർ ഇൻ എ ലോൺ അക്കൗണ്ട് ഓഫ് അനദർ പേഴ്സൺ. ഒരു കസ്റ്റമർ മറ്റൊരു ലോൺ അക്കൗണ്ടിന് ഗ്യാരണ്ടറായിട്ട് നിൽക്കുകയാണ്. ആൻഡ് ദാറ്റ് പേഴ്സൺ ഹാസ് ആരുടെ ലോൺ അക്കൗണ്ടിനാണോ ഗ്യാരണ്ടി നിൽക്കുന്നത്
ആ ലോൺ അക്കൗണ്ട് എന്താണ് ഓട്ടോമാറ്റിക്കായിട്ട് ഡിഫോൾട്ട് കുടിശ്ശിക വരുത്തുകയാണെങ്കിൽ ഇൻ റീപേയ്മെൻറ്റ് ഓഫ് ദി ലോണുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ ആ കസ്റ്റമറുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് എന്താണ് സേവിങ് ബാങ്ക് അക്കൗണ്ട് ബാലൻസ് ഉണ്ട് അതിൽ നിന്ന് എടുത്ത് സെറ്റ് ഓഫ് ചെയ്യും ഈ ഡ്യൂ ആയിട്ടുള്ള എമൗണ്ട് ഗ്യാരണ്ടർ നിന്ന്. അപ്പോൾ ആൻസർ ഡി ആണ് ആൻസർ. കസ്റ്റമർ ഈസ് എ ഗ്യാരണ്ടർ ഇൻ എ ലോൺ അക്കൗണ്ട് ഓഫ് അനദർ പേഴ്സൺ ആൻഡ് ദാറ്റ് പേഴ്സൺ ഹാസ് ഡിഫോൾട്ടഡ് ഇൻ റീപേയ്മെൻറ്റ് ഓഫ് ദി ലോൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 134ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ് ഇൻ കേസ് ഓഫ് ക്യാഷ് ക്രെഡിറ്റ് അക്കൗണ്ട് വിത്ത് ക്രെഡിറ്റ് ബാലൻസ് ഇസ് ദാറ്റ് ഓഫ് ഫസ്റ്റ് ഓപ്ഷൻ ഡെപ്റ്റർ ക്രെഡിറ്റർ, സെക്കൻഡ് പ്രിൻസിപ്പൽ ഏജന്റ്, തേർഡ് ബെനഫിഷ്യറി ട്രസ്റ്റി, ഫോർത്ത് ക്രെഡിറ്റർ ഡെപ്റ്റർ. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ് ഇൻ കേസ് ഓഫ് ക്യാഷ് ക്രെഡിറ്റ് അക്കൗണ്ട് വിത്ത് ക്രെഡിറ്റ് ബാലൻസാ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നിൽ ഡെപ്റ്റർ ക്രെഡിറ്റോ അല്ലെങ്കിൽ ക്രെഡിറ്റർ ഡെപ്റ്റർ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പ്രിൻസിപ്പൽ ഏജന്റ് ഓപ്ഷനും അതുപോലെ തന്നെ ബെനഫിഷ്യറി ട്രസ്റ്റിയും വെട്ടിക്കളയാം. നോക്കി, ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പിൽ ഇൻ കേസ് ഓഫ് ക്യാഷ് ക്രെഡിറ്റ് അക്കൗണ്ടാണ് വിത്ത് ക്രെഡിറ്റ് ബാലൻസ്. അപ്പോൾ ക്രെഡിറ്റ് ബാലൻസ് എന്ന് പറയാൻ നേരത്തെ എന്താണ്, ബാങ്ക് കടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ബാങ്ക് ഡെപ്റ്ററും കസ്റ്റമർ എന്തായിട്ട് മാറും, ഈ പറഞ്ഞിട്ടുള്ള ബാങ്കിൻ്റെ ക്രെഡിറ്ററായിട്ട് വരും. അപ്പോൾ 134ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 135ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അണ്ടർ വിച്ച് റിലേഷൻസ് ദ കസ്റ്റമർ ഹു ഹാസ് ഡിപ്പോസിറ്റഡ് മണി ഇൻ ദി അക്കൗണ്ട് ഈസ് എൻറ്റൈറ്റിൽഡ് ടു ആസ്ക് ദി മണി ബാക്ക്? ഫസ്റ്റ് ഓപ്ഷൻ ദ ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ് ഈസ് ദാറ്റ് ഓഫ് എ ഡെപ്റ്റർ ക്രെഡിറ്റർ, സെക്കൻഡ് കോൺട്രാക്ച്വൽ റിലേഷൻസ്, തേർഡ് ഡ്യൂ ടു ലീഗൽ പ്രൊവിഷൻ ടു ദാറ്റ് എഫക്ട്, ഫോർത്ത് ആസ് ദി കസ്റ്റമർ ഈസ് ടു ബി സെർവ്ഡ് ഫോർ ഹിസ് ബാങ്ക് റിക്വയർമെൻറ്റ്സ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? താഴെ കൊടുത്തിട്ടുള്ള ഓപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് അണ്ടർ വിച്ച് റിലേഷൻസിലാണ് ദ കസ്റ്റമർ ഹു ഹാസ് ഡിപ്പോസിറ്റഡ് മണി ഇൻ ദി അക്കൗണ്ട്? കസ്റ്റമർ ഈ പറഞ്ഞ മണി ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് അക്കൗണ്ടിൽ ആൻഡ് ഈസ് എൻറ്റൈറ്റിൽഡ് ടു ആസ്ക് ദി മണി ബാക്ക്. വാദം ഉന്നയിക്കുക അല്ലെങ്കിൽ അവകാശം ഉന്നയിക്കുക അല്ലെങ്കിൽ ആവശ്യപ്പെടും എന്താണ്, ആസ്ക് ദി മണി ബാക്ക്, മണി ആ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുള്ള മണി തിരിച്ചു തരുന്നതിന്. ദ ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ് ഈസ് ദാറ്റ് ഓഫ് ഡെപ്റ്റർ ക്രെഡിറ്റർ, സെക്കൻഡ് നോക്കിയാൽ കോൺട്രാക്ച്വൽ റിലേഷൻസ്. അപ്പോൾ ആ ഡിപ്പോസിറ്റ് മണി ഡിപ്പോസിറ്റ് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കോൺട്രാക്ച്വൽ റിലേഷൻസ് കാണും അവർ തമ്മിൽ. ഈ പറഞ്ഞിട്ടുള്ള ടൈം ഡിപ്പോസിറ്റ് വരാം, അതേപോലെ തന്നെ ഡിമാൻഡ് ഡിപ്പോസിറ്റ് ഒക്കെ വരാം. അപ്പോൾ അതനുസരിച്ചാണ് ഈ പറഞ്ഞിട്ടുള്ള മണി ബാക്ക് വരുന്നത്. അപ്പം സൂട്ടബിൾ ആൻസർ ബി ആണ് ആൻസർ, കോൺട്രാക്ച്വൽ റിലേഷൻസ് ആണ്. അപ്പോൾ 135ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 136ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോവിംഗ് ഗ്രാൻസ് പ്രൊട്ടക്ഷൻ ടു എ കളക്ടിംഗ് ബാങ്ക്? ഫസ്റ്റ് ഓപ്ഷൻ ബാങ്കേഴ്സ് ഇൻ ഗുഡ് ഫെയ്ത്ത് ആൻഡ് വിത്തൗട്ട് നെഗ്ലിജൻസ് റിസീവ്ഡ് എ പേയ്മെന്റ് ഫോർ എ കസ്റ്റമർ ഇൻ പ്രോപ്പർലി ഓപ്പൺഡ് അക്കൗണ്ട്സ്, സെക്കൻഡ് എ ബാങ്ക് ഹാസ് കളക്ടഡ് ദി പേയ്മെന്റ് ത്രൂ ക്ലിയറിംഗ് സിസ്റ്റം, തേർഡ് ബാങ്ക് ഹാസ് കളക്ടഡ് ദി പേയ്മെന്റ് ഇൻ എ പ്രോപ്പർലി ഓപ്പൺഡ് അക്കൗണ്ട്സ്, ഫോർത്ത് വേർ ദി ചെക്ക് ഡിപ്പോസിറ്റ് ഫോർ എ കളക്ഷൻ വാസ് അക്കൗണ്ട് പേ ആൻഡ് ക്രോസ്ഡ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? താഴെ കൊടുത്തിട്ടുള്ള ഓപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വിച്ച് ഓഫ് ദി ഫോളോവിംഗ് ഗ്രാൻസ് പ്രൊട്ടക്ഷൻ ടു എ കളക്ടിംഗ് ബാങ്കിന് പ്രൊട്ടക്ഷൻ കിട്ടുന്നത്? സൂട്ടബിൾ ആൻസർ എ ആണ്. ബാങ്കർ ഇൻ ഗുഡ് ഫെയ്ത്ത് ആൻഡ് വിത്തൗട്ട് നെഗ്ലിജൻസ്. ഗുഡ് ഫെയ്ത്ത് ഉത്തമ വിശ്വാസത്തോടു കൂടി തന്നെ, ഉത്തമ ലക്ഷ്യത്തോടു കൂടി, നെഗ്ലിജൻസ് ഒന്നും വരുത്താതെ റിസീവ്ഡ് ചെയ്യണം എ പേയ്മെൻറ്റ് ഫോർ എ കസ്റ്റമറിനെ പ്രോപ്പർലി ഓപ്പൺഡ് അക്കൗണ്ടിലാണ് കളക്ടിംഗ് ബാങ്കറിന് എന്താണ് പ്രൊട്ടക്ഷൻ കിട്ടുന്നത്. അപ്പോൾ 136ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 137ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എ സിവിൽ സ്യൂട്ട് ടു വിച്ച് ബാങ്ക് ഈസ് നോട്ട് എ പാർട്ടി, വൺ പാർട്ടി ടു ദി സ്യൂട്ട് ഹാസ് പ്രൊഡ്യൂസ്ഡ് ദ സർട്ടിഫൈഡ് കോപ്പി ഓഫ് ബുക്ക് ഓഫ് അക്കൗണ്ട്സ്. ദ അതർ പാർട്ടി ടു ദി സ്യൂട്ട് വാണ്ട്സ് ടു കോൾ ബാങ്ക് ഓഫീസർ ആസ് വിറ്റ്നസ് ടു പ്രൂവ് ദ കണ്ടൻസ് ഓഫ് കോപ്പി. ക്യാൻ ഇറ്റ് ബി ഡൺ? ഫസ്റ്റ് യെസ്, as it is the right of the party to get it reaffirmed in evidence. Second, no, as the certified copy is prima facie evidence that is admissible in evidence. Third, no, unless the bank volunteers to do so. Fourth, yes, but if court allows the application to call the witness. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? സിവിൽ സ്യൂട്ടുമായിട്ട് ബന്ധപ്പെട്ട് ബാങ്ക് പാർട്ടി അല്ല, ഓക്കെ, ബാങ്ക് പാർട്ടി അല്ല, പക്ഷേ വൺ പാർട്ടി ടു ദി സ്യൂട്ട് ഹാസ് പ്രൊഡ്യൂസ്ഡ്. ആ സ്യൂട്ടുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് വ്യക്തികളുണ്ടാവുമല്ലോ, ഒരു പാർട്ടി പ്രൊഡ്യൂസ് ചെയ്തു സർട്ടിഫൈഡ് കോപ്പി ഓഫ് ദി ബുക്ക് ഓഫ് അക്കൗണ്ട്സ്, ആ ബാങ്കിൻ്റെ സർട്ടിഫൈഡ് കോപ്പി ഓഫ് ബുക്ക് ഓഫ് അക്കൗണ്ട്സ്. അപ്പോൾ ദ അതർ പാർട്ടി ടു ദി സ്യൂട്ട്, അപ്പം മറ്റേ എഗൻസ്റ്റ് ആയിട്ടുള്ള പാർട്ടി വാണ്ട്സ് ടു കോൾ ബാങ്ക് ഓഫീസർ, ആ ബാങ്ക് ഓഫീസറിനെ കോൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞു, വിളിച്ച് ഈ പറഞ്ഞിട്ടുള്ള കോടതിയിൽ കൊണ്ടുവരുന്നതിന് എന്താണ് വിറ്റ്നസ് ടു പ്രൂവ് ദി കണ്ടൻസ് ഓഫ് എ കോപ്പി. അപ്പം ഒരു പാർട്ടി പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആ ബുക്സ്, ആ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, അത് ഓൾറെഡി എന്താണ് വെരിഫൈ ചെയ്തിട്ടുള്ളതൊക്കെയാണ്. അപ്പം എന്താണ് അത് പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ അതർ പാർട്ടി എന്താണ് പറഞ്ഞു, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇത് കറക്റ്റായിട്ട് വെരിഫൈ ചെയ്തിട്ടുള്ളതാണോ എന്നുള്ളതൊന്ന് പ്രൂവ് തെളിയിക്കുന്നതിന് വേണ്ടി ആ ബാങ്ക് ഓഫീസറിനെ വിറ്റ്നസ് ആയിട്ട് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. ക്യാൻ ഇറ്റ് ബി ഡൺ? ഇത് ചെയ്യാൻ വേണ്ടി പറ്റുമോ? താഴെ കൊടുത്തിട്ടുള്ള ഇതുമായിട്ട് ഈ ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട് താഴെ കൊടുത്തിട്ടുള്ള ഏതാണ് പ്രോപ്പറായിട്ടുള്ള ആൻസർ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്.
അപ്പോൾ 137ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ് പറയുന്നത്, ഇത് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി ഇത് വെരിഫൈ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതെന്താണ്, ഒരു പ്രൈം ഫാസിയ, ഒരു ഫസ്റ്റ് എവിഡൻസ് തന്നെയായിട്ട് അതിനകത്ത് ഉൾപ്പെടുത്താവുന്നതാണ്. അതാണ് ആൻസർ. അപ്പോൾ 137ാമത്തെ ആൻസർ ബി, കൊണ്ടുവരേണ്ട ആ ബാങ്ക് ഓഫീസറിനെ. ആസ് ദി സർട്ടിഫൈഡ് കോപ്പി അല്ലേ, അത് പ്രൈം ഫാസിയ, പ്രഥമ ദൃഷ്ടിയാൽ തന്നെ എവിഡൻസ് ആയിട്ട് എടുക്കാം. ദാറ്റ് ഈസ് ദി മിസ്സിക്കബിൾ ഇൻ എവിഡൻസ്. ആ എവിഡൻസിൽ എന്താണ് കൂട്ടിച്ചേർക്കാൻ വേണ്ടി പറ്റും എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ 137ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 138ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ഡാഷ് ആർ ഓർഗനൈസ്ഡ് ഇൻ 3 ടയേഴ്സ്, namely സ്റ്റേറ്റ്, സെൻട്രൽ ആൻഡ് പ്രൈമറി ലെവൽ, ആൻഡ് ദേ മീറ്റ് ദി ലോങ് ടൈം ക്രെഡിറ്റ് റിക്വയർമെൻറ്റ്സ്. ഓക്കെ, ലോങ് ടൈം ക്രെഡിറ്റ് റിക്വയർമെൻറ്റ്സ് ഓഫ് ദി ഫാർമേഴ്സ് ഫോർ ഡെവലപ്മെൻറ്റൽ പർപ്പസ്. ഫസ്റ്റ് ഓപ്ഷൻ നബാർഡ്, സെക്കൻഡ് പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്ക്, തേർഡ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്, ഫോർത്ത് ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക്. എന്താണ്, ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് 3 ടയർ ആണ്, namely സ്റ്റേറ്റ്, സെൻട്രൽ ആൻഡ് പ്രൈമറി ലെവൽ, ആൻഡ് ദേ മീറ്റ് ലോങ് ടൈം ക്രെഡിറ്റ് റിക്വയർമെൻറ്റ്സ് ഓഫ് ദി ഫാർമേഴ്സ് ഫോർ ഡെവലപ്മെൻറ്റൽ പർപ്പസ്. അപ്പോൾ 138ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ് ആൻസർ, ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 139ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പാക്സ് ഡു നോട്ട് ഹാവ് ടു സബ്മിറ്റ് റിട്ടേൺസ് ടു വിച്ച് അതോറിറ്റി ഇഫ് ദി ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് ഇസ് ദെയർ? ഫസ്റ്റ് ഓപ്ഷൻ RCS, സെക്കൻഡ് DCCB, തേർഡ് ലീഡ് ബാങ്ക് മാനേജർ, ഫോർത്ത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി ഡു നോട്ട് ഹാവ് സബ്മിറ്റ് റിട്ടേൺസ് ടു വിച്ച് അതോറിറ്റി, ഏത് അതോറിറ്റിക്ക് റിട്ടേൺസ് സബ്മിറ്റ് ചെയ്യേണ്ട ഇഫ് ദി ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് അവിടെ ഉണ്ടെങ്കിൽ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 139ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ് ആൻസർ, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ആണ്. 140ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് എ ബോണ്ട് ഈസ് ഇഷ്യൂഡ് വിത്ത് ദി പ്രൊവിഷൻസ് ദാറ്റ് ദ ഇൻവെസ്റ്റർ ഹാസ് ഓപ്ഷൻ ടു റീപ്ലേസ്, കണ്ടോ, റീപ്ലേസ്, convert the bond with the equity at a fixed price, it is called first option coupon bond, second convertible bond, third preference bond, fourth zero coupon bond. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? അപ്പോൾ ബോണ്ട് ഈസ് ഇഷ്യൂഡ് വിത്ത് ദി, ബോണ്ട് ഇഷ്യൂ ചെയ്യാണ് കമ്പനികളൊക്കെ വിത്ത് ദി പ്രൊവിഷൻ ദാറ്റ് ദി ഇൻവെസ്റ്റർ ഹാസ് ഓപ്ഷൻ ഉണ്ട് ടു റീപ്ലേസ് ചെയ്യാം ഈ ബോണ്ട് വിത്ത് ഇക്വിറ്റി ഷെയർ ആയിട്ട് റീപ്ലേസ് ചെയ്യാം അറ്റ് ഫിക്സ്ഡ് പ്രൈസിൽ. ഇറ്റ് ഈസ് എ കോൾഡ്, കണ്ടോ, ഒന്ന് ബോണ്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും ഇക്വിറ്റി ആയിട്ട്. അപ്പോൾ 140ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ് ആൻസർ, കൺവേർട്ടബിൾ ബോണ്ടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 141ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ അൺക്ലെയിംഡ് ഡിവിഡൻഡ് വിൽ ബി ഷോൺ ആസ് ഫസ്റ്റ് ഓപ്ഷൻ അസറ്റ്, സെക്കൻഡ് ഓപ്ഷൻ ലോസ്, തേർഡ് ഓപ്ഷൻ ലയബിലിറ്റി, ഫോർത്ത് ഓപ്ഷൻ പ്രോഫിറ്റ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ദ അൺക്ലെയിംഡ് ഡിവിഡൻഡ് എന്തായിട്ടാണ് കാണിക്കുന്നത്? ഡയറക്റ്റ് ആൻസറിലേക്ക് പോകാം. 141ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ് ആൻസർ, ലയബിലിറ്റി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 142ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. റിസർവ് ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ്, സംശയാസ്പദമായിട്ടുള്ള ഡെറ്റ്സുകൾക്കൊക്കെ റിസർവ് വയ്ക്കുകയാണ്. അത് പ്രോഫിറ്റ് ഉണ്ടെങ്കിലും വെക്കണം അല്ലെങ്കിലും വെക്കണം. ആൻസർ ഓപ്ഷൻ നോക്കിയാൽ ഫസ്റ്റ് ചാർജ് അഗൻസ്റ്റ് പ്രോഫിറ്റ്, സെക്കൻഡ് അപ്രോപ്രിയേഷൻ ഓഫ് നെറ്റ് പ്രോഫിറ്റ് ആണോ? അല്ല. പിന്നെ അടുത്ത അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് അല്ല. പിന്നെ ജനറൽ റിസർവ് അല്ല. അപ്പോൾ റിസർവ് ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് ഈസ് 142ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ആണ് ആൻസർ, ചാർജ് അഗൻസ്റ്റ് പ്രോഫിറ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 143ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് ഇസ് റിലേറ്റഡ് വിത്ത് കൺകറന്റ് ഓഡിറ്റ്. ഫസ്റ്റ് ഓപ്ഷൻ കോസ്റ്റ് ഓഡിറ്റ്, സെക്കൻഡ് ഓപ്ഷൻ ഓഡിറ്റ് കോസ്റ്റ്, തേർഡ് ഓപ്ഷൻ ഇന്റേണൽ കൺട്രോൾ, ഫോർത്ത് ഓപ്ഷൻ ഓൾ ഓഫ് ദിസ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? കോപ്പറേറ്റീവ് ഓഡിറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അങ്ങനെ എടുക്കാം. കൺകറൻറ്റ് ഓഡിറ്റുമായിട്ട് ബന്ധപ്പെട്ട് താഴെ കൊടുത്തിട്ടുള്ള റിലേറ്റ് ചെയ്യുന്ന ഓപ്ഷൻ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. കൺകറൻറ്റ് ഓഡിറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഓഡിറ്റ് കോസ്റ്റ് ആണ്. അപ്പോൾ 143ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 144ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഓഡിറ്റ് പ്രോഗ്രാം ഇസ് എ റിട്ടൺ ഡാഷ് ആണ് ഗിവൺ ബൈ ദി ഓഡിറ്റർ. റിട്ടൺ എന്താണ് അത് നൽകുന്ന? ഓഡിറ്റർ. ഫസ്റ്റ് ഓപ്ഷൻ റിപ്പോർട്ട്, സെക്കൻഡ് സ്കീം, തേർഡ് എവിഡൻസ്, ഫോർത്ത് ഗൈഡൻസ്. അപ്പോൾ 144ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ് ആൻസർ, സ്കീം. ഓഡിറ്റ് പ്രോഗ്രാം ഈസ് എ റിട്ടൺ സ്കീം ഗിവൺ ബൈ ദി ഓഡിറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 145ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് കെപ്റ്റ് ബൈ ദി ഓഡിറ്റർ come to rescue at a time when a suit is filed against him for negligence. First option audit report, second option working papers, third option information collected, fourth option final accounts. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? എന്താണ് കെപ്റ്റ് ബൈ ദി ഓഡിറ്റർ? കം ടു റെസ്ക്യൂ, എന്താ രക്ഷപ്പെടുന്നതിന് വേണ്ടി. അറ്റ് എ ടൈം വെൻ എ സ്യൂട്ട് ഈസ് ഫയൽഡ് അഗൻസ്റ്റ് ഹിം ഫോർ നെഗ്ലിജൻസ്. അപ്പോൾ ഒരു ഓഡിറ്ററിൻ്റെ നെഗ്ലിജൻസിന് എഗനസ്റ്റ് ആയിട്ട് ഈ പറഞ്ഞിട്ട് ഏതെങ്കിലും പാർട്ടി സ്യൂട്ട് കേസ് ഫയൽ ചെയ്താൽ ഓഡിറ്റർ അതിൽ നിന്നും റെസ്ക്യൂ ചെയ്യുന്നതിന് വേണ്ടി ഓഡിറ്റർ എന്താണ് കെപ്റ്റ് ചെയ്യുന്നത്, സൂക്ഷിക്കുന്നത് എന്താണ് സൂക്ഷിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 145ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ് ആൻസർ, വർക്കിംഗ് പേപ്പേഴ്സ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.
146ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് among the following is a cooperative society exempted to overlap the area of operation of another society? First option service cooperative bank, second option urban cooperative bank, third labor contract cooperative society, fourth none of this. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? താഴെ കൊടുത്തിട്ടുള്ളതിൽ ഏത് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് എക്സെംപ്റ്റ് ചെയ്തിട്ടുള്ളത്, ഒഴിവാക്കിയിട്ടുള്ളത്? എന്താണ്? ടു ഓവർലാപ്പ് ദി ഏരിയ ഓപ്പറേഷൻ ഓഫ് അനദർ സൊസൈറ്റി. ഒരു സൊസൈറ്റിയുടെ ഏരിയ ഓപ്പറേഷൻ അനദർ സൊസൈറ്റിയുടെ ഏരിയ ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഓവർലാപ്പ് ചെയ്യുന്നതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളത്. അപ്പോൾ ഒഴിവാക്കാത്ത നോക്കിയാൽ പോരെ. അപ്പോൾ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിനെ അർബൻ കോപ്പറേറ്റീവ് ബാങ്കിനെ എന്താണ് ഒഴിവാക്കിയിട്ടില്ല. അവിടെ ഏരിയ ഓപ്പറേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാൻ പാടില്ല, ഓവർലാപ്പ് ചെയ്യാൻ വേണ്ടി പാടില്ല. അപ്പോൾ എയും ബിയും നമുക്ക് എന്താണ് ഒഴിവാക്കാം. പിന്നെ അടുത്തുള്ള ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഇത് ബാധകമല്ല, ഓവർലാപ്പ് ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ 146ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ് ആൻസർ. ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. ലേബർ കോൺട്രാക്ട് cooperative society is a cooperative society exempted to overlap the area operation of another society. 146ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 147ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് ആൻ ഓഡിറ്റ് അണ്ടർ പ്രാക്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂ? ഫസ്റ്റ് ഓപ്ഷൻ ഗവൺമെൻറ് ഓഡിറ്റ്, സെക്കൻഡ് ഓപ്ഷൻ ഓഡിറ്റ് ബൈ അക്കൗണ്ടന്റ് ജനറൽ, തേർഡ് പ്രൈവറ്റ് ഓഡിറ്റ്, ഫോർത്ത് ഓപ്ഷൻ ഫൈനൽ ഓഡിറ്റ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? താഴെ കൊടുത്തിട്ടുള്ള ഓഡിറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഏതാണ് പ്രാക്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിലുള്ളത്? 147ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ് ആൻസർ. ഫൈനൽ ഓഡിറ്റ് ആണ്. ഇനി നമുക്ക് 148ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സ്പെസിഫിക് റിസർവ് ഈസ് ക്രിയേറ്റഡ് ബൈ. സ്പെസിഫിക് ആയിട്ടുള്ള റിസർവ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? ഫസ്റ്റ് ഓപ്ഷൻ ക്രെഡിറ്റിംഗ് പി ആൻഡ് അക്കൗണ്ട്, സെക്കൻഡ് ഡെബിറ്റിംഗ് പി ആൻഡ് അക്കൗണ്ട്, തേർഡ് ഡെബിറ്റിംഗ് പി ആൻഡ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്, ഫോർത്ത് നൺ ഓഫ് ദിസ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? സ്പെസിഫിക് റിസർവ് അല്ലേ? അപ്പോൾ എന്താ ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് വെച്ചിട്ടായിരിക്കും ഈ റിസർവ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് പ്രോഫിറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ എന്താണ് ഇസ് എ ഡെബിറ്റിംഗ് പി ആൻഡ് അക്കൗണ്ടാണ് സ്യൂട്ടബിൾ ആൻസർ. അപ്പോൾ 148ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ് ആൻസർ. സ്പെസിഫിക് റിസർവ് ഈസ് ക്രിയേറ്റഡ് ബൈ ഡെബിറ്റിംഗ് പി ആൻഡ് അക്കൗണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 149ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ഡിഫറൻസ് ഇൻ ഫിഗേഴ്സ് ഈസ് ഡാഷ് ആൻഡ് കോസസ് ഫോർ ദെയർ എക്സിസ്റ്റൻസ് ആർ ബ്രോട്ട് ടു ലൈറ്റ്. ഫസ്റ്റ് ഓപ്ഷൻ റീകൺസിൽഡ്, സെക്കൻഡ് ഓവർ റിട്ടൺ, തേർഡ് സപ്രസ്ഡ്, ഫോർത്ത് കറക്റ്റഡ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഫിഗറിലെ ഡിഫറൻസ് ഈസ് ഡാഷ് ആൻഡ് ആ ഡിഫറൻസിൻ്റെ കോസസ് കാണുകയാണ്. ഫോർ ദെയർ എക്സിസ്റ്റൻസ് എങ്ങനെ വന്നു? ആർ ബ്രോട്ട് ടു ലൈറ്റ്, അതിൻ്റെ ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടി എന്താണ് ചെയ്യുന്നത്? 149ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എ ആണ് ആൻസർ. റീകൺസിൽഡ് ആണ്. ദ ഡിഫറൻസ് ഇൻ ഫിഗർ ഈസ് റീകൺസിൽഡ് ആൻഡ് കോസസ് ഫോർ ദെയർ എക്സിസ്റ്റൻസ് ആർ ബ്രോട്ട് ടു ലൈറ്റ്. അപ്പോൾ 149ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 150ാമത്തെ ക്വസ്റ്റ്യൻ. എ കോപ്പറേറ്റീവ് സൊസൈറ്റി കനോട്ട് അഡ്മിറ്റ് മെമ്പേഴ്സ് വിത്തിൻ ഡാഷ് ഡേയ്സ്. ഡയറക്റ്റ് ആൻസറിലേക്ക് പോകാം. ഓഫ് ദി ജനറൽ ബോഡി വിത്ത് ഇലക്ഷൻ അജണ്ട. ആൻസർ 150ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ് ആൻസർ. 60 days. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി അഡ്മിറ്റ് ചെയ്യില്ല മെമ്പേഴ്സ് വിത്തിൻ എത്ര ദിവസത്തിനുള്ളിൽ? 60 days ഓഫ് ദി ജനറൽ ബോഡി വിത്ത് ഇലക്ഷൻ അജണ്ട. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഒരു ഡേറ്റ്, ഈ പറഞ്ഞ ഇലക്ഷൻ അജണ്ട, ജനറൽ ബോഡി വിത്ത് ഇലക്ഷൻ അജണ്ട അന്ന് മുതൽ എന്താണ് അത് ഡിക്ലെയർ ചെയ്ത് മുതൽ വിത്തിൻ 60 days എന്താണ് മെമ്പറെ അഡ്മിറ്റ് ചെയ്യില്ല എന്നാണ് പറയുന്നത്. എ കോപ്പറേറ്റീവ് സൊസൈറ്റി കനോട്ട് അഡ്മിറ്റ് മെമ്പേഴ്സ് വിത്തിൻ 60 days ഓഫ് ദി ജനറൽ ബോഡി വിത്ത് ഇലക്ഷൻ അജണ്ട. 150ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ്. 149, 150 ഒക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 151ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ഓഫീസർ റെസ്പോൺസിബിൾ ഫോർ ദി കസ്റ്റഡി ഓഫ് റെക്കോർഡ്സ് ഈസ് പണിഷബിൾ ഫോർ നോൺ പ്രൊഡക്ഷൻ ഓഫ് റെക്കോർഡ്സ് ഫോർ ഓഡിറ്റ് അണ്ടർ സെക്ഷൻ ഡാഷ് ഓഫ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969. ഫസ്റ്റ് ഓപ്ഷൻ 64, സെക്കൻഡ് ഓപ്ഷൻ 94, തേർഡ് 63, ഫോർത്ത് 66. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഓഫീസർ റെസ്പോൺസിബിൾ ഫോർ ദി എന്താണ് കസ്റ്റഡി ഓഫ് റെക്കോർഡ്സ് കസ്റ്റഡിയിൽ വയ്ക്കാൻ എന്താണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഓഫീസർ പണിഷബിൾ ആണ്. എന്തുമായിട്ട് ബന്ധപ്പെട്ട് ഓഡിറ്റിൻ്റെ സമയത്ത് ആ റെക്കോർഡ്സ് എന്താണ് ഓഡിറ്റിന് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്തില്ലെങ്കിൽ അത് ഏത് സെക്ഷൻ ഓഫ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആൻഡ് റൂൾസ് 1969 പ്രകാരമാണ് പറയുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് സെക്ഷൻ 94 പറയുന്നത് ഒഫൻസിൽ. അപ്പോൾ 151ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ് ആൻസർ 94. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 152ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്റേണൽ ഓഡിറ്റ് മീൻസ് സ്യൂട്ടബിൾ ആൻസർ ഇല്ലാത്തതുകൊണ്ട് അത് ക്യാൻസൽ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 153ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. റിട്ടേൺ എവിഡൻസ് ഇൻ ഒറിജിനൽ ഈസ് സെറ്റ് ടു ബി. ഫസ്റ്റ് ഓപ്ഷൻ പ്രൈമറി വൗച്ചർ, സെക്കൻഡ് സെക്കൻഡറി വൗച്ചർ, തേർഡ് കൊളാട്രൽ വൗച്ചർ, ഫോർത്ത് നൺ ഓഫ് ദിസ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? റിട്ടേൺ എവിഡൻസ് ഇൻ ഒറിജിനൽ ഈസ് സെറ്റ് ടു ബി. 153ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ആണ്. പ്രൈമറി വൗച്ചർ ആണ്. ഒറിജിനൽ ഇല്ലെങ്കിൽ സെക്കൻഡറി അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിൽ അതിന് സെക്കൻഡറി വൗച്ചർ അല്ലെങ്കിൽ കൊളാട്രൽ വൗച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ 153ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 154. വാട്ട് ഈസ് ദി റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ ടു ബി ചാർജ് ഓൺ ലാൻഡ് ഓൺഡ് ബൈ ദി സൊസൈറ്റി? ലാൻഡിന് ഡിപ്രിസിയേഷൻ ഉണ്ടോ? നമുക്ക് ഡയറക്റ്റ് ആൻസറിലേക്ക് പോകാം. 154ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ് ആൻസർ. നോ ഡിപ്രിസിയേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 155ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം.
Which rule of Kerala Cooperative Societies Act and Rules deals with the time limit for the conduct of first general body of the society? First option 5, second 6, third 7, fourth 8. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആൻഡ് റൂൾസുമായിട്ട് ബന്ധപ്പെട്ട് ഏത് റൂളിലാണ് പറയുന്നത് ടൈം ലിമിറ്റ് എന്താണ് സ്പെസിഫൈ ചെയ്യുന്നത് ഫോർ ദി കണ്ടക്ട് ഓഫ് ഫസ്റ്റ് ജനറൽ ബോഡി ഓഫ് ദി സൊസൈറ്റി ആയിട്ട് ബന്ധപ്പെട്ട്? 155ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ്. ആൻസർ 8 ആണ്. റൂൾ 8ലാണ് ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിങ്ങിനെ കുറിച്ച് പറയുന്നത്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്ത് വിത്തിൻ 3 monthsനുള്ളിൽ ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു ചേർക്കണം. അപ്പോൾ 155ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ്. 156ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ നെറ്റ് പ്രോഫിറ്റ് ഓഫ് എ സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് ഈസ് റുപ്പീസ് എത്രയാണ്? 15 lakh 15 ലക്ഷം. വാട്ട് ഈസ് ദി എമൗണ്ട് ടു ബി പെയ്ഡ് ടുവേഴ്സ് എഡ്യൂക്കേഷൻ ഫണ്ട്? എഡ്യൂക്കേഷൻ ഫണ്ടിലേക്ക് എത്ര രൂപ കൊടുക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ നെറ്റ് പ്രോഫിറ്റിൻ്റെ ബേസിലല്ല കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ റുപ്പീസ് 75,000, സെക്കൻഡ് റുപ്പീസ് 60,000, തേർഡ് റുപ്പീസ് 1 lakh, ഫോർത്ത് നൺ ഓഫ് ദിസ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നെറ്റ് പ്രോഫിറ്റ് 15 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ആ സൊസൈറ്റി കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടിലേക്ക് എത്ര രൂപ കോൺട്രിബ്യൂട്ട് ചെയ്യണം? അപ്പോൾ നോക്കിയേ, കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടിലേക്ക് എന്താണ് 5% ആയിട്ട് ബന്ധപ്പെട്ടല്ലേ? അപ്പോൾ 5% ബന്ധപ്പെട്ട് പറയാൻ നേരത്ത് എത്രയാണ്? 15 ലക്ഷത്തിൻ്റെ അപ്പോൾ 10% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 1,50,000 ആണ്. അപ്പോൾ അതിൻ്റെ ഡിവൈഡഡ് ബൈ 2 അതാണല്ലോ 5% എന്ന് പറഞ്ഞാൽ. അപ്പോൾ 75,000 രൂപ. 75,000 രൂപയാണോ കൊടുക്കേണ്ടത്? പക്ഷേ സബ്ജക്റ്റ് ടു എ മാക്സിമം അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴും മാക്സിമം എത്ര അടച്ചാൽ മതി? 60,000 രൂപ അടച്ചാൽ മതി. 75,000 വേണ്ട, 60,000 രൂപ. ഓക്കെ. അപ്പോൾ 156ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഏത് വരും? ബി വരും. ആൻസർ റുപ്പീസ് 60,000. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 157ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ചെക്കിംഗ് ഓഫ് ദി അക്കൗണ്ട്സ് ആൻഡ് പോസ്റ്റിംഗ് ടു സബ്സിഡറി ബുക്സ് ആൻഡ് അതർ ലെഡ്ജർ ഈസ് കോൾഡ്. ഫസ്റ്റ് ഓപ്ഷൻ ടെസ്റ്റ് ചെക്കിംഗ്, സെക്കൻഡ് ഓപ്ഷൻ ഇന്റേണൽ ചെക്കിംഗ്, തേർഡ് ഓപ്ഷൻ റുട്ടീൻ ചെക്കിംഗ്, ഫോർത്ത് ഓപ്ഷൻ വെരിഫിക്കേഷൻ. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ചെക്കിംഗ് ഓഫ് ദി അക്കൗണ്ട്സ് ആൻഡ് പോസ്റ്റിംഗ് ടു സബ്സിഡറി ബുക്സ്. അപ്പോൾ എന്താണ്? അക്കൗണ്ട്സ് ചെക്ക് ചെയ്യുകയാണ് ആൻഡ് പോസ്റ്റിംഗ് ടു ദി സബ്സിഡറി ബുക്സ് ആൻഡ് അതർ ലെഡ്ജറിലേക്ക് ഈസ് എ കോൾഡ്. സോ റുട്ടീൻ നടക്കുന്നതല്ലേ? അപ്പോൾ ആൻസർ 157ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ്. ആൻസർ റുട്ടീൻ ചെക്കിംഗ് ആണ്. 158ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പ്രോഫിറ്റ് മെയ്ഡ് ഫ്രം സെൽ ഓഫ് ഫിക്സഡ് അസറ്റ്, ക്യാപിറ്റൽ പ്രോഫിറ്റ് അല്ലേ, ഷുഡ് ബി കെപ്റ്റ് ആസ്. ഫസ്റ്റ് ഓപ്ഷൻ സീക്രട്ട് റിസർവ്, സെക്കൻഡ് ക്യാപിറ്റൽ റിസർവ്, തേർഡ് റിസർവ് ഫണ്ട്, ഫോർത്ത് നൺ ഓഫ് ദീസ്. സെൽ ഓഫ് ഫിക്സഡ് അസറ്റ് ക്യാപിറ്റൽ പ്രോഫിറ്റ്, അതിൽ നിന്ന് മാറ്റി വയ്ക്കുന്ന റിസർവ് ബി ആണ്. ആൻസർ ക്യാപിറ്റൽ റിസർവ്. അപ്പോൾ 158ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 159ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അക്കൗണ്ടിംഗ് ബിഗിൻസ് വെയർ ഡാഷ് എൻഡ്സ്. ഫസ്റ്റ് ഓപ്ഷൻ ഓഡിറ്റിംഗ്, സെക്കൻഡ് ട്രാൻസാക്ഷൻ, തേർഡ് ബുക്ക് കീപ്പിംഗ്, ഫോർത്ത് സ്ക്രൂട്ടിനി. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? റിപ്പീറ്റഡ് അല്ലേ? അക്കൗണ്ടിംഗ് ബിഗിൻസ് എന്താ അവസാനിക്കാൻ നേരത്ത്? ബുക്ക് കീപ്പിംഗ് എൻഡ്സ്. അപ്പോൾ 159ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ്. ആൻസർ 160ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് വൗച്ചർ ഈസ് പ്രൊഡ്യൂസ്ഡ് വെൻ ദി ഒറിജിനൽ വൗച്ചർ ഈസ് മിസ്സിംഗ്. ഫസ്റ്റ് ഓപ്ഷൻ പ്രൈമറി, സെക്കൻഡ് കൊളാട്രൽ, തേർഡ് സെക്കൻഡറി, ഫോർത്ത് നൺ ഓഫ് ദിസ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഏത് വൗച്ചറാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വെൻ ദി ഒറിജിനൽ വൗച്ചർ മിസ് ചെയ്യാൻ നേരത്ത്? ഒറിജിനൽ വൗച്ചർ എന്ന് പറഞ്ഞാൽ പ്രൈമറി, അപ്പോൾ അതല്ല. പിന്നെ സെക്കൻഡറി അല്ലെങ്കിൽ കൊളാട്രൽ വൗച്ചർ എന്നാണ് പറയുന്നത്. പക്ഷേ ഈ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട് സ്യൂട്ടബിൾ ആൻസർ കൊടുത്തിട്ടുള്ളത് 160ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ്. ആൻസർ കൊളാട്രൽ. കൊളാട്രൽ വൗച്ചർ ഈസ് പ്രൊഡ്യൂസ്ഡ് വെൻ ദി ഒറിജിനൽ വൗച്ചർ ഈസ് മിസ്സിംഗ്. അപ്പോൾ 160ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ്. ആൻസർ. ഇതോടുകൂടി സെക്രട്ടറിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ് കംപ്ലീറ്റ് ചെയ്തു. അടുത്തൊരു ക്ലാസ്സിൽ അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ്സുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു വെരി മച്ച്.